2 തെസ്സലോനിക്കർ 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ലോകം ഇന്ന് വളരെ അനിശ്ചിതത്വത്തിലും ഭയത്തിലും മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. എന്നാൽ അതിൻ്റെ നടുവിൽ ഉറച്ച പ്രത്യാശയോടുകൂടി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ ദൈവത്തിൻ്റെ മക്കളാണ്. കർത്താവ് വിശ്വസ്തനാണ് എന്നുള്ള ബോധ്യം അവർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. അവർ മനസ്സിലാക്കിയിട്ടുള്ളത് മനുഷ്യൻ മാറും, സാഹചര്യങ്ങൾ മാറും, സ്നേഹിതരും കൂട്ടുകാരും എല്ലാം വിട്ടുപോകും. എന്നാൽ ദൈവം വാക്ക് പറഞ്ഞവൻ, വിളിച്ചവൻ, തിരഞ്ഞെടുത്തവൻ ഒരിക്കലും വാക്കുമാറുന്നവനല്ല. അവിടുന്ന് വിശ്വസ്തനാണ്. ഇന്നത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്ന 3 സത്യങ്ങളുണ്ട്. 1, കർത്താവ് വിശ്വസ്തനാണ്. 2, നമ്മെ ഉറപ്പിക്കുന്ന ശക്തി കർത്താവ് നമ്മുടെ മേൽ പകരും. 3, ദുഷ്ടനിൽ നിന്നുള്ള സംരക്ഷണം നൽകുന്നത് ദൈവമാണ്. ദൈവം ഏതെല്ലാം കാര്യങ്ങളിൽ ആണ് വിശ്വസ്തൻ? വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്ന് പറഞ്ഞാൽ താൻ അരുളി ചെയ്തത്, തിരുവായി കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിക്കും. ദൈവം പറഞ്ഞതൊന്നും ഒരിക്കലും വെറുതെയാവില്ല. നോഹയോട് ദൈവം പറഞ്ഞത് ദൈവം നിറവേറ്റിയില്ലേ? അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തം ദൈവം നിവർത്തിച്ചില്ലേ? ജോസഫിന് കൊടുത്തതായ വചനങ്ങൾ ദൈവം തക്ക സമയത്ത് നിറവേറ്റിയില്ലേ? അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വസിക്കേണ്ടത് ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ജീവിതം ഒരുപക്ഷെ ഇപ്പോൾ ഒരുപാട് സങ്കീർണതകൾ നിറഞ്ഞതാണെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ സമയം വരെയും നാം കാത്തിരിക്കണം. ദൈവം വിശ്വസ്തനാണ്. മനുഷ്യൻ പരാജയപ്പെട്ടാലും ദൈവം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിശ്വസ്തത, അതിൽ നമുക്ക് ശരണപ്പെടാം. അവൻ നമ്മളെ ഉറപ്പിക്കും എന്നാണ് ഇവിടെ കണ്ടത്. ശത്രുവിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മെ ഇളക്കുക, തകർക്കുക എന്നതാണ്. മനസ്സ് തകർക്കുന്നു, പ്രാർത്ഥനാ ജീവിതത്തെ ക്ഷീണിപ്പിക്കുന്നു, ആത്മവിശ്വാസം ഇല്ലാതാക്കുന്നു, കൂട്ടായ്മയിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്നു. എന്നാൽ ദൈവം, ശത്രു ഏതൊക്കെ നിലയിലാണോ നമ്മെ ചിതറിപ്പിക്കുവാൻ ശ്രമിച്ചത്, തകർക്കുവാൻ ശ്രമിച്ചത്, ആ മേഖലകളിലെല്ലാം ദൈവം തൻ്റെ ജനത്തെ ഉറപ്പിക്കുന്നു. പ്രതിസന്ധിയിൽ തളരാതെ തകരാതെ നിൽക്കുവാൻ ഇത് നിമിത്തം നമുക്ക് കഴിയുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന വാഗ്ദത്തം ഈ സമയത്ത് നമ്മോടുള്ളതാണ്. ദൈവം നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കണം. കാറ്റും കൊടുങ്കാറ്റും ആഞ്ഞടിച്ചാലും ആഴത്തിൽ വേര് മണ്ണിൽ ഇറക്കിയിട്ടുള്ളൊരു വൃക്ഷം നിൽക്കുന്നത് പോലെ, പാറയിൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യൻ പണിത ആ വീട് കൊടുങ്കാറ്റടിക്കുമ്പോഴും മഴ ചുരിയുമ്പോഴും നിൽക്കുന്നത് പോലെ ദൈവം നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കും. മാത്രമല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. നമുക്കൊരു സംരക്ഷണം ആവശ്യമുണ്ടല്ലോ. പ്രത്യേകിച്ച് ദുഷ്ടൻ എന്നുള്ള പദം പിശാചിനെ സൂചിപ്പിക്കുന്നതാണ്. സാത്താൻ്റെ ലക്ഷ്യം തന്നെ നമ്മെ വഞ്ചിക്കുക, നമ്മെ പാപത്തിൽ വീഴ്ത്തി കളയുക, നശിപ്പിക്കുക, ദൈവിക കൂട്ടായ്മയിൽ നിന്ന് അങ്ങനെ നമ്മളെ അകറ്റിക്കളയുക. എന്നാൽ ദൈവം നമ്മളെ സംരക്ഷിക്കുന്നു. പിശാചിൻ്റെ എല്ലാ ആക്രമണങ്ങളും വിജയിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. സാത്താൻ ഇയ്യോബിനെ എത്ര ശക്തമായിട്ടാണ് ആക്രമിച്ചത്. പക്ഷേ ഇയ്യോബിനെ തകർക്കുവാൻ സാത്താൻ്റെ ആക്രമണങ്ങൾക്കൊന്നുമായില്ല. ദൈവവനെ സംരക്ഷിച്ചു. പ്രാർത്ഥിക്കുന്നവരെയൊക്കെ ദൈവം സംരക്ഷിക്കും. പ്രാർത്ഥിക്കുന്ന കുടുംബം തകരുവാൻ ദൈവം അനുവദിക്കില്ല. ദൈവത്തിൻ്റെ സംരക്ഷണം എപ്പോഴും അദൃശ്യമാണ്, എങ്കിലും അത് യാഥാർത്ഥ്യമാണ്. നമുക്ക് കാണുവാൻ പറ്റാത്ത അനേക അപകടങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ കാക്കുന്നുണ്ട്. ആത്മീയമായ പല വഞ്ചനകളിൽ നിന്നും ദൈവം നമ്മളെ കാക്കുന്നുണ്ട്.
ദൈവം നാം അറിയാതെ നമുക്ക് വേണ്ടി പല യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മെ കാക്കുന്നു എന്നുള്ളത് കൊണ്ട് നാം അശ്രദ്ധരായി ജീവിക്കണം എന്നല്ല ഇതിൻ്റെ അർത്ഥം. വിശുദ്ധിയിൽ നടക്കണം, കൂടുതൽ ജാഗ്രതയുള്ളവരാകണം, പ്രാർത്ഥനയിൽ സ്ഥിരത പുലർത്തണം, ദൈവവചനത്തിൽ വേരൂന്നി വളരണം. അതുകൊണ്ട് ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ ഭയത്തിലും ആശയക്കുഴപ്പത്തിലും ആത്മീയമായ പോരാട്ടങ്ങളിലും ജീവിക്കുന്നവർക്ക് കർത്താവ് വിശ്വസ്തൻ, കർത്താവ് ഉറപ്പിക്കും, കർത്താവ് കാക്കും എന്ന് ദൈവം ബോധ്യം നൽകട്ടെ. ദൈവത്തിന് പറയാനുള്ളതും അതുമാത്രമാണ്. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ നല്ല വചനങ്ങൾക്കായി നന്ദി പറയുകയാണ്. ഞങ്ങളെ കാക്കുവാൻ വിശ്വസ്തനായൊരു ദൈവമുള്ളത് കൊണ്ട് നന്ദി. ഞങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കഴിഞ്ഞ കാലങ്ങളിൽ കാത്തതിന് നന്ദി. ഇനിയും കാക്കണം, ഇനിയും ഞങ്ങളെ ഉറപ്പിക്കണം. അവിടുന്ന് വിശ്വസ്തൻ ആകുന്നത് കൊണ്ട് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.